ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിന്റെ 47ാമത്തെ ദിവസമാണ് ഇന്ന്. 155/2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. അതായത് ഡിഗ്രി ലെവല് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിലിംസ് ആണ് ചെയ്തിരുന്നത്. ഇത് അതിന്റെ LSGSന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിന്റെ പേപ്പർ 1 നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷും മലയാളവും മാത്സ് ഒക്കെ വരുന്നത്. പേപ്പർ 2 എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളായിരുന്നു. അപ്പം നമ്മുടെ പേപ്പർ 1 നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയ്തർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ദെയർ. നെയ്തർ നോർ ആണല്ലേ വന്നിരിക്കുന്നത്. നെയ്തർ നോർ വരുമ്പോൾ നമുക്കറിയാം നെയ്തർ നോർ കൺകോർഡിന്റെ അല്ലെ ആ ഒരു സെക്ഷനാണ്. നെയ്തർ നോർ വരുമ്പോഴേക്കും എന്താണ്, രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, വെർബ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേണം. ഇവിടെ ഫുഡും ഉണ്ട് വാട്ടറും ഉണ്ട്. രണ്ടാമത്തെ സബ്ജക്റ്റിനെ വേണം എന്ത് ചെയ്യാനായിട്ട്, കണക്ട് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? ഇനി ഇവിടെ നമ്മുടെ വാട്ടർ ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ല, അതൊരു അൺകൗണ്ടബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സിംഗുലർ ആക്കി എടുക്കണം. സോ ഇറ്റ്സ് എ വാസ് അല്ലെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 2 ആണ്. 2 എന്ന് പറയുമ്പോൾ നോക്കുക, ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നെയ്തർ നോർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എഗ്രീസ് ടു സെക്കൻഡ് സബ്ജക്റ്റ്. ഓക്കെ, ലൊക്കേറ്റ് ദ സിനോണിം ഓഫ് സെസ്ക്യൂപെഡേലിയൻ. സെസ്ക്യൂപെഡേലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പൊങ്ങച്ചം പറയുന്നവരെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഷോർട്ട് ടെമ്പേർഡ്, വൺ ഹു ലവ് സൈക്ലിംഗ്, യൂസിങ് പോംപസ് ലാംഗ്വേജ്, വൺ ഹു റൈറ്റ്സ് ലെങ്തി പോയം. ഏതാണ് യൂസിങ് പോംപസ് ലാംഗ്വേജ്, പൊങ്ങച്ചം പറയുക, അതിനെയാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്, 3 വരേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർ എന്താ പറയുന്നത്, സൈക്ലിസ്റ്റ് ആണ് കേട്ടോ, സൈക്ലിസ്റ്റ്. ഓക്കെ, വൺ ഹു റൈറ്റ്സ് ലെങ്തി പോയം ആണെങ്കിൽ ആരായിരിക്കും, അത് പോയറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വേർഡ് ഉണ്ട്, ഇറാസിബിൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കുക. യൂസിങ് പോംപസ് ലാംഗ്വേജ് ആരാണ്, സെസ്ക്യൂപെഡേലിയൻ. ആരാണ് പൊങ്ങച്ചം പറയുന്നവൻ. ആന്റോണിം ഓഫ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്നതാണ്, ആന്റി ക്ലോക്ക് വൈസ് പറയും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഇൻ ക്ലോക്ക് വൈസ്, അൺക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ്, നൺ ഓഫ് ദ എബോവ്. അപ്പൊ ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നതും എന്താണ്, ക്ലോക്ക് വൈസിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഘടികാര ദിശ അല്ലെ, ആ ഒരു ക്ലോക്ക് മൂവ് ചെയ്യുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എതിർ ഘടികാര ദിശ എന്ന് പറയും. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇൻവെറ്ററേറ്റ്. ഇൻവെറ്ററേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ഇൻവെറ്ററേറ്റ്. ഇതാണ് കേട്ടോ ഇൻവെറ്ററേറ്റ് എന്ന് പറയുന്നത്. പെർമനന്റ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് കേട്ടോ ഇൻവെറ്ററേറ്റ്. അപ്പൊ എന്തോ ഒരു ഇൻവെറ്റേ ആണ്, ഇൻവെറ്ററേറ്റ്. ഇൻവെറ്ററേറ്റ് ഏതാണ് വരേണ്ടത്, ഇൻവെറ്ററേറ്റ്. അപ്പൊ ഏത് വരണം, ഓപ്ഷൻ എ അല്ലെ, 1 വരേണ്ടത്. 1 പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാം. നമ്മൾ ഇവിടെ 1 ചെയ്തിട്ട് നേരെ പോയി എ മാർക്ക് ചെയ്യരുത്. 1 ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡിയിലാണ് 1 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഇൻവെറ്ററേറ്റ്. ഇതാണ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇറ്റാലിക്സ്ഡ് വേർഡ്. ഹി വിൽ നെവർ സെറ്റ് ദ തേംസ് ഓൺ ഫയർ. തേംസ് ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ്, എന്തെങ്കിലും നമ്മൾ നേടിയെടുക്കുന്നതിനെയൊക്കെയാണ്. തിങ്ക് ഡീപ്ലി, ഗെറ്റ് റോയിൻഡ്, നൺ ഓഫ് ദ അബോവ്. ഇവിടെ എന്താണ്, അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഏതാണ്, ഓപ്ഷൻ 3 വരേണ്ടത്. അപ്പൊ എ വരും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഗെറ്റ് റൂയിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, വൈപ്പ് ഔട്ട്. അതിനാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. എന്താണ് വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗെറ്റ് റൂയിൻഡ്, നശിപ്പിക്കുക എന്നുള്ളതാണ്. തിങ്ക് ഡീപ്പിലേക്ക് നമ്മൾ പറയും ചൂ ദ കഡ് എന്ന് പറയും. എന്താണ്, ചൂ ദ കഡ്. തിങ്ക് ഡീപ്ലി ആണ്. ഗെറ്റ് റൂയിൻഡ് വരുമ്പോൾ എന്താണ് നമ്മൾ നോർമലി യൂസ് ചെയ്യേണ്ടത്, വൈപ്ഡ് ഔട്ട് ആണ്, വൈപ്ഡ് ഔട്ട്. ആഡ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് നൺ ഓഫ് ദോസ് കസ്റ്റമേഴ്സ് വെയർ ഹാപ്പി. നൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് നെഗറ്റീവ് ആണ്. സോ എന്തായിരിക്കണം, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ബാക്കി നോക്കിക്കേ, ഇവിടെ എല്ലാം തന്നിരിക്കുന്ന പോസിറ്റീവ് ആണ്. സോ ഓപ്ഷൻ ഡി 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. 2 എന്ന് പറയുമ്പോൾ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. കൺവേർട്ട് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോഴേക്കും ഹി സെഡ് ലെറ്റ് us വെയിറ്റ് ഫോർ ദ അവാർഡ്. എന്താണ്, ലെറ്റ് വെച്ച് തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. ലെറ്റ് വെച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അതിനെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് വേണം, ഒന്നുകിൽ സജസ്റ്റഡ്. ഓക്കെ,
അല്ലെങ്കിൽ എന്ത് വേണം, പ്രപ്പോസ്ഡ്. ഈ ഒരു വേർഡ്സ് ആയിരിക്കും നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ്, സജസ്റ്റഡ് അല്ലെങ്കിൽ എന്താണ്, പ്രപ്പോസ്ഡ്. അപ്പൊ നമുക്ക് നോക്കാം. ടെല്ലസ്, ടെൽസ്, പ്രപ്പോസസ് എന്നല്ല പറയേണ്ടത്. ഹി പ്രപ്പോസ്ഡ് ദാറ്റ് ദേ ഷുഡ് വെയ്റ്റ് ദ അവാർഡ് എന്നാണ് വേണ്ടത്. ഹി പ്രപ്പോസ്ഡ്. അപ്പോൾ ലെറ്ററിലൊക്കെ തുടങ്ങുമ്പോൾ എന്താണ് വേണ്ടത്, ലെറ്റേഴ്സിൽ ആരംഭിക്കുന്ന ആയതുകൊണ്ട് തന്നെ അവിടെ സജസ്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ്, അതൊരു നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹിന്റായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ഏതാണ്, ഓപ്ഷൻ എ ആണല്ലേ, 4 ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഫോളോയിങ്. ദ പബ്ലിക് ആർ അല്ലെ, ഡാഷ് പിക് പോക്കറ്റ്സ്. പിക് പോക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്, അല്ലെ, പോക്കറ്റ് അടിക്കാരെ എന്താണ്, പബ്ലിക് ഭയങ്കര കോഷ്യസ് അല്ലെ, അവെയർ ആണെന്നുള്ള. അപ്പൊ എന്താണ്, എഗെയിൻസ്റ്റ് ആണ് പറയേണ്ടത്. അവർക്ക് എതിരെയാണല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിക് പോക്കറ്റ്സിനെതിരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അല്ലെ, ഭയങ്കര ശ്രദ്ധാലു ആയിരിക്കണം. അപ്പൊ എന്താണ് പറയേണ്ടത്, എഗെയിൻസ്റ്റ് ആണ് പറയേണ്ടത്. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് വരേണ്ടത്. ഓപ്ഷൻ ബി, എഗെയിൻസ്റ്റ് പിക് പോക്കറ്റ്സ് ആണ് വരേണ്ടത്. ഐ സ്പീക്ക് ദ ട്രൂത്ത്, ഐ എം നോട്ട് അഫ്രൈഡ്. ഐ സ്പീക്ക് ദ ട്രൂത്ത്, ഐ എം നോട്ട് അഫ്രൈഡ്. രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ കണക്ട് ചെയ്യണം യൂസിങ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ സ്പീക്കിന്റെ ഇൻഫിനിറ്റീവ് എന്താണ്, ടു സ്പീക്ക് ആണ് കേട്ടോ. സ്പീക്കിന്റെ ഇൻഫിനിറ്റീവ് ആയിട്ട് പറയേണ്ടത് ഇൻഫിനിറ്റീവ് ഫോം ആണ് എന്ത്, ടു സ്പീക്ക് എന്ന് പറയേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഏതാണ്, ഐ ആം നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ദ ട്രൂത്ത്. ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഐ സ്പീക്ക് ദ ട്രൂത്ത് ആസ് ഐ ആം നോട്ട് അഫ്രൈഡ്. ഇവിടെ ഏതാണ് വരേണ്ടത്, ഓപ്ഷൻ എ ആണ് അല്ലെ, ഒന്നാണ് വരേണ്ടത്. ഓപ്ഷൻ എ അല്ല, 1. ഐ ആം നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ദ ട്രൂത്ത്. ഞാൻ എന്താണ്, സത്യം പറയാൻ എനിക്ക് എന്താണ്, പേടിയില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ടൈം വി വിൽ ought not to be computed by number of years but by use that has been made of them. Insert articles where necessary. ഇവിടെ എന്താണ്, ടൈം വി ലീവ് ought not be computed by number of years എന്ന്. അപ്പോൾ ഇവിടെ എന്ത് വേണം, ദ ടൈം എന്ന് വേണം അല്ലെ. ദ ടൈം വി ലീവ് ought not to be computed by the number of years ആണ്. ഇവിടെയും എന്ത് വേണം, ദാ വേണം. ഇവിടെയും എന്തുണ്ട്, ദാ വേണം. by the time we live ought not to be computed by the number of years but by the use of എന്നാണ് വരേണ്ടത്. but by the use that has been made of them. ഇവിടെ 3 ദായാണ് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇവിടെ സാധാരണ നമുക്ക് എന്താ ഡാഷ് ഇട്ടൊക്കെ ഇരിക്കും തരുന്നത്. ഇവിടെ അങ്ങനെയല്ല അവർ പറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെയോ മിസ്സിംഗ് ആണ്, അത് അവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. നമ്മൾ ഒത്തിരി തവണ ഇത് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണ്, യാദൃച്ഛികം. ഏതാണ് വരേണ്ടത്, യാദൃച്ഛികം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഏതാണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. യാദൃച്ഛികം എഴുതേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് പറയാം വിദ്യുത് ശക്തി. എല്ലാം ഈച്ചായല്ലേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, വിദ്യുത് ശക്തി. ഇതാണ് നമുക്ക് ശരിയായിട്ട് വരേണ്ടത്. പിന്നെ എന്ത് പറയാം, നമുക്ക് ശിരച്ഛേദം, ഛേദിക്കുക, ശിരച്ഛേദം ഇത് തന്നെയാണ് വരേണ്ടത്, ശിരച്ഛേദം. പിന്നെ പറയണം ജീവശവമല്ല, ജീവച്ഛവം, ജീവച്ഛവം. ഇതാണ് ശരിയെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇച്ഛ കൊണ്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ ഒത്തിരി ക്ലാസ്സുകളിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഡെയിലി ബൂസ്റ്റ് കാണുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളിത് 47ാമത്തെ ദിവസം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 മുതൽ കണ്ടുവരിക. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഒത്തിരി കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന ശരിയായത് കുറച്ച് നമുക്ക് അങ്ങനെ നോക്കിയാലോ. അടിമത്തം അല്ലെ, അടിമത്തമാണ്. അടിമത്വം എന്ന് പറയില്ല, അടിമത്തം ശരിയാണ്. പിന്നെ എന്ത് പറയാ, അനന്തരവൻ, അനന്തരവൻ, അനന്തിരവൻ ഒന്നുമല്ല, അനന്തരവനാണ് ശരി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാവുന്ന എന്താണ്, ഐകകണ്ഠേന. ഐക്യകണ്ഠേന എന്ന് പറയില്ല, നമ്മൾ എന്ത് പറയും, ഐകകണ്ഠേന, ഐകകണ്ഠേന. ഇങ്ങനെയാണ് കേട്ടോ വരേണ്ടത്, ഐകകണ്ഠേന. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയും ഏകകണ്ഠേന എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയും, ഐകകണ്ഠേന എന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ ഏകകണ്ഠമായി എന്ന് പറയും. പിന്നെ അതേപോലെ ഐകകണ്ഠേന. ഈ ഐകകണ്ഠേന എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വീണ്ടും അത് വന്നിട്ടുണ്ട്. പിന്നെ കവയിത്രി, അത് നമുക്കറിയാം അല്ലെ. എങ്ങനെയാണ്, കവ, യാവള്ളി, താവള്ളി. ഇങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു തന്നെയാണ് പഠിക്കുന്നത്, യാവള്ളി താവള്ളി എന്നുള്ളത്. പിന്നെ നമുക്ക് എന്ത് പറയാം, ദിനപത്രം. എങ്ങനെയാണ് എഴുതേണ്ടത്, ദിനപത്രം. അവിടെ ഇപ്പ വേണ്ട ആവശ്യമില്ല കേട്ടോ, ദിനപത്രം. ഓക്കെ, ഹാർദം, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹാർദം, ഇത് മതി, ഹാർദവം എന്ന് വേണ്ട. സ്രഷ്ടാവ്, ഈ സൃ അല്ല വേണ്ടത്, ഇതാണ് സ്രഷ്ടാവ് എന്ന് പറയുന്നത് കേട്ടോ.
നെക്സ്റ്റ് നോക്കാം, തെറ്റായ വാക്യം ദേ കിടക്കുന്നു. ഐകകണ്ഠേനയാണ് തിരഞ്ഞെടുക്കുക. ഐക്യകണ്ഠേന എന്ന് പറയില്ല, ഐകകണ്ഠേന. അതേപോലെ ഏകകണ്ഠമായാണ് തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു. ഇതെല്ലാം ശരിയാണ്. ഐക്യകണ്ഠേന എന്ന് പറയില്ല. നമ്മൾ നോർമലി പറയുന്ന ഐക്യകണ്ഠേന എന്ന്, പക്ഷെ തെറ്റാണ്. ഐകകണ്ഠേനയാണ്, അല്ലെങ്കിൽ ഏകകണ്ഠമായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ തിരഞ്ഞെടുക്കുക. ക്രമേണ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, അത് ക്രമേണ അങ്ങ് ശരിയായിക്കോളും അല്ലെ, കുറെ നാൾ കഴിയുമ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും. ക്രമപ്പെടുത്തുക, ക്രമത്തിലാക്കുക, അതും ശരിയാണ്. ക്രമികം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമമില്ലാത്ത വിധത്തിലല്ല, അത് തുടർച്ചയായ, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ക്രമമായ, അതിനെയൊക്കെയാണ് നമ്മൾ ക്രമികം എന്ന് പറയുന്നത്. ക്രമാൽ എന്ന് പറയുമ്പോഴും എന്താണ്? ബലം പ്രയോഗിച്ചല്ല. ക്രമാൽ എന്ന് പറയുമ്പോഴും എന്താണ്? ക്രമേണ എന്ന മീനിങ് ആണ്. അപ്പൊ ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നഖശിഖാന്തം നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. നഖശിഖാന്തം എന്താണ്? അടി മുതൽ മുടി വരെയാണ് നഖശിഖാന്തം എന്ന് പറയുന്നത് അല്ലെ. ടു ഈച്ച് വൺസ് ഓൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഈച്ച് വൺസ് ഓൺ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് പിൻവലിക്കുക. നമ്മൾ ചിലപ്പോൾ പറയില്ല, അവൻ പറയാൻ വന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ. സംഭവം എന്താണ്? ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിച്ചു. ടു ഈച്ച് വൺസ് ഓൺ വേർഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പിൻവലിക്കുക എന്നുള്ളതാണ്. കണ്ണ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത്. നയനം കണ്ണാണ്, ലോചനം കണ്ണാണ്, ഈക്ഷണം കണ്ണാണ്. മുകുരം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? കണ്ണാടി പറയും മുകുരം, അതേപോലെ പൂമൊട്ടൊക്കെ മുകുരമാണ്. അപ്പൊ മുകുരമാണ് ഇവിടെ അല്ലാത്തത്. അപ്പൊ നയനം പറയാം, അക്ഷി പറയാം. അക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ്, നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അക്ഷി പറയാം. നേത്രം എന്താണ്? കണ്ണാണ്. പിന്നെ എന്ത് പറയാം? ലോചനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചക്ഷുസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതും കണ്ണാണ്. അപ്പൊ നയനം, ലോചനം, ഈക്ഷണം, അക്ഷി, നേത്രം, ചക്ഷുസ് എന്താണ്? കണ്ണിന്റെ പര്യായ പദങ്ങളാണ്. ശരിയായി പിരിച്ചെഴുതിയത് ഏതാണ്? തിരുമുൻ പ്ലസ് കാഴ്ചയാണ് തിരുമുൽ കാഴ്ച എന്ന് പറയുന്നത്. അത് ശരിയാണ്. 800 എങ്ങനെയാണ്? എള് പ്ലസ് 100 അല്ല, എൺ പ്ലസ് 100 ആണ് എന്ത്? 800 എന്ന് പറയുന്നത്. എൺ പ്ലസ് 100. വിദ്യുത് ശക്തി ഇതെങ്ങനെയാ എഴുതേണ്ടത്? വിദ്യുത് പ്ലസ് ശക്തി, ഇതിനെയാണ് നമ്മൾ വിദ്യുത് ശക്തി എന്ന് പറയുന്നത് കേട്ടോ. വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. കണ്ടോ, ഇവിടെ ഇച്ഛ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇച്ഛ വരേണ്ടത്. യാദൃച്ഛികം, ജീവച്ഛവം എന്നൊക്കെ പഠിച്ചപ്പോ. അങ്ങനെയാണെങ്കിൽ ജീവശവം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ജീവത് പ്ലസ് ശവമാണ് എന്ത് പറയേണ്ടത്? ജീവച്ഛവം എന്ന് എഴുതേണ്ടത് കേട്ടോ. ചെയ്തവൻ, ചെയ്തത് പ്ലസ് അന്നാണ് ചെയ്തവൻ. ചെയ്തത് പ്ലസ് 1 അല്ല, ചെയ്തത് പ്ലസ് അന്നാണ് ചെയ്തവൻ എന്ന് പറയേണ്ടത്. സമാന പദങ്ങൾ മാത്രം അടങ്ങിയത് ഏതാണ്? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സമാന പദം ക്യാൻസൽ ആണ്. ആസ്തികൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസ്തികൻ ഓപ്പോസിറ്റ് ആണ് എന്ത്? നാസ്തികൻ അല്ലെ. ആസ്തികൻ ഓപ്പോസിറ്റ് നാസ്തികൻ ആണ്. ഒത്തിരി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആസ്തികൻ, നാസ്തികൻ പഠിച്ചു വെക്കേണ്ട ഒരു വിപരീത പദമാണ് കേട്ടോ അത്. ജാമാതാവ് ഇതും നമ്മൾ പറഞ്ഞതാണ്. ജാമാതാവ് എന്താണ്? സ്ത്രീലിംഗ രൂപം സ്നുഷയാണ്. ജാമാതാവ് സ്നുഷയാണ്. ഇനി നമുക്ക് നോക്കാം. കമിതാവ് സ്ത്രീലിംഗം എന്താണ്? കമിത്രി. കമിതാവ് എന്താണ്? കമിത്രിയാണ്. ഓക്കെ, കവി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ, എന്താണ്? കവി, കവ, യാവള്ളി, താവള്ളി, കവയിത്രി. പിന്നെ എന്ത് പറയാം? ഭഗവാൻ എന്താണ് പറയേണ്ടത്? ഭഗവതി. ഭഗവാൻ ഭഗവതിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഒരു ബാഗിൽ 5, 9, 4 എന്ന അനുപാതത്തിൽ 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ അടങ്ങിയിരിക്കുന്നു. മൊത്തം തുക 206 രൂപയാണ് ഉള്ളത്. 10 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ബാഗില് കുറെ കാശുകൾ കിടപ്പുണ്ട് അല്ലെ. അതിൽ ഏതൊക്കെയുണ്ട്? 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്, 10 പൈസയുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന എല്ലാം ഇത് നോർമലി നമ്മൾ എക്സിറ്റ് ആണല്ലോ പറയേണ്ടത്. അംശബന്ധമാണ് അല്ലെ. എക്സിറ്റ് വേണം നമ്മൾ പറയാനായിട്ട്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോ എത്രയോ എണ്ണം കിട്ടും. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 206 രൂപയാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളത്. അതായത് 50 പൈസയുടെ 5x ഉണ്ട്. 5x എണ്ണമുണ്ട് 50 പൈസ. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? 25 പൈസയുടെ 9x ഉണ്ട് 25 പൈസ. 9x എണ്ണം. നെക്സ്റ്റ് എന്താണ്?
10 പൈസയല്ലേ പറഞ്ഞിരിക്കുന്നത്. 10 പൈസയുടെ എത്ര എണ്ണമുണ്ട്? 4x ഉണ്ട് 10 പൈസയുടെ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 206 രൂപ. 206 രൂപയെ നമുക്ക് പൈസയാക്കുമ്പോൾ നമുക്കിവിടെ എത്ര വരുമ്പോൾ 2 പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 100 പൈസയല്ലേ നമ്മൾ 1 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പൈസയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 5 × 5 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മൂല്യമാട്ടോ ഈ പറയുന്നതിന്. ഇനി അതിന്റെ എമൗണ്ട് ആണ്, ഇത് അതിന്റെ എണ്ണമാണ്, ഇത് അതിന്റെ ഒരെണ്ണം എത്രയാണെന്നുള്ളത്. അപ്പൊ ടോട്ടൽ വരുമ്പോൾ എത്ര വരും? മൂല്യം അല്ലെ. നമ്മൾ പറയുവാണ് 5 രൂപയുടെ 2 കോയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 × 2 10 രൂപയാണ്. അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. 50 പൈസയുടെ 5x കോയിൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 25 പൈസയുടെ 9x കോയിൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 10 പൈസയുടെ 4x കോയിൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 250 x എന്ന് കിട്ടും. പ്ലസ് 25 × 9 എന്ന് പറയുമ്പോൾ 225 x എന്ന് കിട്ടും. പ്ലസ് 40 x എന്ന് കിട്ടും. ഇതാണ് ഈ പറയുന്ന 206.00 പൈസ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 515 കിട്ടും. അതായത് 515 x എന്ന് പറയുന്നത് 206.00 ആണ്. അതായത് x എന്ന് പറയുമ്പോൾ 206.00 ഡിവൈഡ് ബൈ 515 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 ആണ്. ഒന്ന് ഓർത്തിരിക്കുക, 40. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ എക്സ് 40 ആണെങ്കിൽ 10 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? 4x ആണ്. അതായത് ഈ പറയുന്ന 4x എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 × 40 160 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ 160 എണ്ണമാണ് 10 പൈസയുടെ 160 കോയിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ബാഗില് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കാൻ കഴിയും. ഓക്കെ, അവൻ 10 ദിവസം അതിൽ ജോലി ചെയ്തു. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അരുണിന് എത്ര ദിവസമായിരുന്നു വേണ്ടത് ആ ജോലിക്ക്? 80 ദിവസം വേണമായിരുന്നു. അതിൽ അരുൺ 10 ദിവസം ജോലി ചെയ്തു. ബാക്കി എത്രയുണ്ട്? 70 ദിവസമാണ് ഇനി ജോലിയുള്ളത്. ഓക്കെ, അതായത് ഈ പറയുന്ന അരുണാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ അരുൺ 70 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ജോലി അനില് വന്നപ്പോ അത് എന്ത് ചെയ്തു? 42 ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു. ഇതല്ലേ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. അതായത് അരുൺ 80 ദിവസം മൊത്തം ജോലി ചെയ്ത് തീർക്കാൻ 80 ദിവസമാണ്. 10 ദിവസം അരുൺ ചെയ്തു, ബാക്കി 70 ദിവസം ഉണ്ട്. ബാക്കിയുള്ള ജോലി ചെയ്യാൻ വേണ്ടി പുതിയ ആള് വന്നു, അനില് വന്നു. അനില് 42 ദിവസം കൊണ്ട് ആ ജോലി എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന അരുൺ ഇവിടെ നിൽക്കട്ടെ, ഡിവൈഡ് ബൈ അനിലിനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 42/70 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്തുകൊണ്ട് കട്ട് ചെയ്യാം? 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 21/35 എന്ന് വരും. അഗെയിൻ നമുക്ക് ഇതിനെ 7 കൊണ്ട് കട്ട് ചെയ്താൽ 7 3 21 ഡിവൈഡ് ബൈ 7 5 35. അതായത് അരുണിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3ഉം അനിലിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5ഉമാണ് എഫിഷ്യൻസി. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 10 ദിവസം 70 ദിവസം ഒരു കണക്കുമില്ല. തുടക്കം മുതൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ജോലി എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ജോലി ആകെ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? അരുണിന്റെ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ചെയ്താൽ മതിയല്ല. അരുണിന്റെ എഫിഷ്യൻസി 3ആണ്, 80 അല്ലെ. 240 ആണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അതായത് മൊത്തം ഉണ്ടായിരുന്ന ജോലി 240 ആണ് ജോലി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഡേയ്സ് കണ്ടുപിടിക്കാനായിട്ട്. ആകെ ജോലിയെ രണ്ടുപേരുമുണ്ട്, രണ്ടുപേരുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 240 ഡിവൈഡ് ബൈ 8 എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യും? ഇത് തമ്മിൽ കട്ടാകും. 8 3 24. ഇവിടെ എത്ര വരും? 30. 30 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കാം. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 61 ആണ്. വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 5 ഒറ്റ സംഖ്യയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നടുക്ക് വരുന്നതാണ്. 61 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ ഈ സംഖ്യ 61 ആണ്. ഇവിടെ എത്രയായിരിക്കും? 63. ഇവിടെ 65. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 59. ഇവിടെ 57. തമ്മിൽ കുറച്ച് നോക്കിയാൽ മതി, വ്യത്യാസമാണ്. 65 - 57 ചെയ്യുമ്പോൾ 8 കിട്ടും. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്.
അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ നോക്കിക്കേ, 1, 3, 5, 7, 9 ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8 അതായത് നോക്കിക്കേ, ഇവിടുത്തെ ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ അവരുടെ പൊതു വ്യത്യാസം 2 അവിടുത്തെ എത്ര ഡിഫറൻസ് ഉണ്ട്? 1, 2, 3, 4 ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 4 × 2 8 വരും. ഇനി നമ്മളോട് ചോദിക്കുകയാണ് തുടർച്ചയായ 6 ഒറ്റസംഖ്യകളുടെ ശരാശരി തന്നിട്ട്, അല്ലെങ്കിൽ 7 ഒറ്റസംഖ്യയാണെന്ന് വെക്കുക. അപ്പൊ എന്ത് ചെയ്യണം? 1, 3, 5, 7, 9 അടുത്ത എത്ര വരും? 11, 13. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എത്ര വരും? 12 വരും അല്ലെ? അതായത് ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാണ്? 1, 2, 3, 4, 5, 6, 7 ഒറ്റസംഖ്യകളാകുമ്പോൾ 6 ഗ്യാപ്പ് വരും. 6 × 2 12. ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4 ഗ്യാപ്പാണുള്ളത്. അപ്പൊ 4 × 2 8 ഗ്യാപ്പായിട്ട് വരേണ്ടത്. അപ്പൊ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി. ഇത് തന്നെ നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇതിന്റെ പ്രിലിംസിൽ ഇരട്ട സംഖ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻസ് വന്നപ്പോഴേക്കും അത് ഒറ്റസംഖ്യയായിട്ട് മാറി. താഴെ തന്നിരിക്കുന്ന സമവാക്യം ശരിയാക്കുന്നതിന് ഏതൊക്കെ ചിഹ്നങ്ങൾ പരസ്പരം മാറ്റം ചെയ്യണം? ഇവിടെ നോക്കിക്കേ, ഇതൊരു കംപ്ലീറ്റ് നമ്പർ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ നമുക്കറിയാം ഈ ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10/5 എന്നൊക്കെ പറയുമ്പോൾ ആൻസർ 2 വരും. പക്ഷെ 2/3 നമുക്ക് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അവിടെ ഒരു പോയിന്റ് വരും. അപ്പൊ നമുക്ക് ഈ ഡിവിഷൻ മാറ്റി നോക്കാം. നമുക്ക് ഈ ഡിവിഷൻ മാറ്റാനുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കാം. നമുക്ക് നോക്കാം, 100 പ്ലസും ഡിവിഷനുമാണ് മാറ്റേണ്ടത്. അപ്പൊ പ്ലസിന്റെ പ്ലേസിൽ എന്ത് ചെയ്യണം? ഡിവിഷൻ ഇട്ട് കൊടുക്കണം. -2 ഡിവിഷന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കണം? പ്ലസ് ഇട്ട് കൊടുക്കണം. നമുക്ക് നോക്കാം, 100 ഡിവൈഡ് ബൈ 100 1 1 × 50 മൈനസ് ഇവിടെ എത്ര വരും? 2 + 3 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ +1. 50 + 1 51. 51 ആൻസറായി. അപ്പൊ ഏതാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. താഴെ പറയുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്ത നമ്പർ, ഇവിടെ നോക്കിക്കേ, നമ്പർ തന്നിരിക്കുന്നത് 2, 6, 14, 30, 62, 126, 250 ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. ഇത് തമ്മിലുള്ള വ്യത്യാസം 8. ഇത് തമ്മിലുള്ള വ്യത്യാസം 16. ഇത് തമ്മിലുള്ള വ്യത്യാസം 32. ഇത് തമ്മിലുള്ള വ്യത്യാസം 64. സോ നെക്സ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 128 വരേണ്ടത് അല്ലെ? എല്ലാം ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 126ഉം 128ഉം കൂടി കൂട്ടുമ്പോൾ 126ഉം 128ഉം കൂടി കൂട്ടുമ്പോൾ 4 വരും. 254 ആയിരുന്നു അവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 250. സോ തെറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഈ ശ്രേണിയിൽ കൂട്ടത്തിൽപ്പെടാത്തതെന്ന് പറയുന്നത്. 2002 ജൂൺ 4 ആഴ്ചയിലെ ദിവസം ഏതാണ്? 2002 ജൂൺ 4 എന്ന് പറയുന്ന ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാൻഡം ആയിട്ടൊരു ഡേറ്റ് തന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യം, 2000 എന്ന് പറയുന്നത് എന്താണ് അല്ലെ? 400ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 400, അതേപോലെ 800, 1200, 1600 ഇവിടെ എല്ലാം ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് 2000 ഡിസംബർ 31 എന്ന് പറയുന്നത് ഓഡ് ഡേയ്സ് 0 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് ഞായറാഴ്ച ആയിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താ നമുക്ക് അറിയേണ്ടത്? 2001 അവിടുത്തെ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 1. ഓക്കെ, ഇനി നമുക്ക് 2002 ജൂൺ 4 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2002 ജനുവരിയിൽ നമുക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. ജനുവരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 31 ദിവസം ഉണ്ടല്ലേ? നമുക്ക് 31 വേണ്ട. 31നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 7, 4, 28 ശിഷ്ടം 3. ഈ ഓഡ് ഡേയ്സ് എന്ന് പറയുന്ന ഈ ശിഷ്ടമാണ്. അപ്പൊ ജനുവരിയിൽ 3. 2002 ഫെബ്രുവരി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2002 ലീപ്പ് ഇയർ അല്ല, നോർമൽ ഇയർ ആണ്. അപ്പൊ 28 ദിവസമാണ്. 28 എന്ന് പറയുമ്പോൾ അതിന് 7 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഓഡ് ഡേയ്സ് 0. ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ച് വരും. മാർച്ചിലും എത്രയാണ്? 31 ദിവസമുണ്ട്. ഓഡ് ഡേയ്സ് എന്ന് പറയുന്ന 3. ഏപ്രിൽ വരുമ്പോൾ 30 ദിവസമാണ് ഉള്ളത്. സോ ഓഡ് ഡേയ്സ് 2 വരും. മെയ് വരുമ്പോൾ എത്രയാണ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്? അഗെയിൻ 3 വരും. നെക്സ്റ്റ് ജൂൺ വരുമ്പോൾ ഓഡ് ഡേയ്സ് അല്ല നോക്കേണ്ടത്, ജൂൺ 4 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജൂൺ 4 വരെ എടുക്കുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കേ. 4, 3, 7, 7, 3, 10, 10, 5, 15, 15, 1, 16 ദിവസം. ഈ 16നെ ഇപ്പറയുന്ന 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2, 14. ശിഷ്ടം എത്ര വരും? 2 വരും. അതായത് നമുക്കറിയാവുന്ന ഞായറിനെ ഈ പറയുന്ന 2 കൂട്ടുക. ഞായർ കഴിയുമ്പോൾ തിങ്കൾ, ചൊവ്വ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇതിന് തുല്യമായത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? 25√5 ഹോൾ പവർ എക്സ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോൾ ക്യൂബ്
5 ദി ഹോൾ പവർ എക്സ് പ്ലസ് വണ്ണിനെ എക്സിന് തുല്യമായത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്നത് 25നെ നമുക്ക് എന്തെഴുതാം, 5ന്റെ സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് എ എന്ന് പറയണതും എ റേസ് ടു 1/2 എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം, ഇതിനെ 5 റേസ് ടു 1/2 എന്ന് എഴുതാം. എന്താണ്, ദി ഹോൾ പവർ എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാം, എ പവർ 1/3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും, 5 പവർ 1/3 ദി ഹോൾ പവർ എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കിക്കേ, എ പവർ എം ഇൻറ്റു എ പവർ എൻ എന്ന് പറയുമ്പോൾ എ പവർ എം പ്ലസ് എൻ ആണ്. അതായത് 5 സ്ക്വയർ പ്ലസ് എന്ത് വരും, 1/2 എന്ന് വരും. ദി ഹോൾ പവർ എക്സ് എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 5 പവർ 1/3 ദി ഹോൾ പവർ എക്സ് പ്ലസ് 1 എന്ന് വരും. ഇവിടെ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 5 പവർ 2 × 2 4, 4 + 1 5, 2 + 1/2 എന്ന് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുക, 2 × 2 4, 4 + 1 5, 5/2 ദി ഹോൾ പവർ എക്സ് ഈക്വൽ ടു 5 ദി 1/3 ദി ഹോൾ പവർ എക്സ് പ്ലസ് 1 എന്ന് വരും. ബേസ് സെയിം ആയി, പവേഴ്സിന് നമുക്ക് മാത്രം ഇക്വേറ്റ് ചെയ്യാം. സോ 5/2 എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വരും, 1/3 എക്സ് പ്ലസ് 1 എന്ന് വരും. ഇവിടെ എന്താണ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/2 എക്സ് ഈക്വൽ ടു 1/3 എക്സ് പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, 5/2 എക്സ് മൈനസ് 1/3 എക്സ് എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 5x-ൽ നിന്ന് ഒരു എക്സ് കുറച്ചാൽ ഇവിടെ 4x വരും. 4x ഡിവൈഡഡ് ബൈ എന്ത് വരും ആൻസർ, അങ്ങനെ കുറക്കാൻ പറ്റില്ല അല്ലേ, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പം 5 × 3 എത്രയാണ് ഇവിടെ, 15. 15x മൈനസ് 2x വരും. ഡിവൈഡഡ് ബൈ 3 × 2 6. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലല്ലോ, അപ്പം അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/3 വരും. അതായത് 13x/6 എന്ന് പറയുന്നത് 1/3 ആണ്. എക്സിന്റെ വിലയല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്, 1/3. ഇവിടെ 6 ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു ആകും, ഡിവൈഡ് ബൈ 13 എന്ന് വരും. ഇവിടെ കട്ടായി പോകും 2 തവണ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, എക്സ് എന്ന് പറയുന്നത് 2/13 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ലയൺ എന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, MNHK എന്ന് എഴുതിയിട്ടുണ്ടെന്ന് കരുതുക. കൗ എന്നത് എങ്ങനെ എഴുതണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലയൺ LION, ഇതല്ലേ ലയൺ. ലയണിന് നമുക്കറിയാം, ലയണിന്റെ എല്ലിന്റെ നമ്പർ 12 ആണ്. I എന്ന് പറയുമ്പോൾ 9 വരും, ഇത് 15 വരും, N എന്ന് പറയുന്ന 14 വരും. നെക്സ്റ്റ് നമുക്ക് എഴുതി നോക്കാം. MNHK, M എന്ന് പറയുമ്പോൾ 13 വരും, N എന്ന് പറയുമ്പോൾ എത്രയാണ്, 14 വരും. ഇതെന്ന് പറയുന്നത് 8 വരും, ഇത് 11 വരും. ഇനി നോക്കിക്കേ, ഇതിന്ന് എല്ലാത്തിൽ നിന്നും ഓരോന്നേ കുറച്ചെഴുതിയിരിക്കുന്നത്. ഇത് തമ്മിൽ എന്താ കുറച്ചെഴുതിയിട്ടുണ്ട്, ഇത് തമ്മിൽ എന്താണ് 1 കുറച്ചെഴുതി, ഇതിൽ തമ്മിൽ എന്താണ് അല്ലെ തൊട്ട് മുന്നത്തെ നമ്പർ, ഇത് തമ്മിൽ എന്താ തൊട്ട് മുന്നത്തെ നമ്പർ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൗവിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, കൗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം C 2 ആണ്, ABC അല്ലെ 3 ആണ് അല്ലെ. ഇവിടെ O എന്ന് പറയുമ്പോൾ 15 വരും, ഇത് 23. സോ ഇവിടുത്തെ നമ്പർ എന്ത് വേണം, 22ാമത്തെ നമ്പർ. ഇവിടെ എന്ത് വേണം, 14ാമത്തെ നമ്പർ. ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, സി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2ാമത്തെ നമ്പർ വേണം. 22ാമത്തെ നമ്പർ എന്ന് പറയുന്നത് V ആണ്, 14ാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ N ആണ്, 2ാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ B ആണ്. സോ ഓപ്ഷൻ ബി, VNB ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ABCDEF എന്നിങ്ങനെ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം. അതായത് B സിയുടെ മകനാണ്, B എന്ന് പറയുന്നത് സിയുടെ മകനാണ്. എന്നാൽ സി ബിയുടെ അമ്മയല്ല. അമ്മയല്ലെന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും, അച്ഛനായിരിക്കും അല്ലെ. അപ്പൊ ഇത് ആരാണ്, അച്ഛനാണ്. ട്രയാങ്കിൾ ഇട്ട് കൊടുക്കാം. ഇതെന്താണ്, ഇതും ഒരാണാണ്, ഇതിവിടെയും നമുക്ക് ട്രയാങ്കിൾ ഇട്ട് കൊടുക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, AC എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ A എന്ന് പറയുന്നത് ആരാണ്, ഒരു പെണ്ണാണ്, അതായത് ഇതിന്റെ അമ്മയാണെന്ന് മനസ്സിലായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സിയുടെ സഹോദരനാണ്. ഇവിടെ ഒരു E ഉണ്ട്, E എന്ന് പറഞ്ഞ സിയുടെ സഹോദരനാണ്. അപ്പൊ ഇവിടെയും ട്രയാങ്കിൾ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, D Aയുടെ മകളാണ്. D എന്ന് പറയുന്നത് Aയുടെ മകളാണ്. അപ്പൊ ഇവര് 4 പേരുമാണ്, ഇതിൽ അച്ഛനും അമ്മ, ഇവിടെ എന്താ 2 മക്കളായി. ഇനി എന്താ പറയുന്നത്, F എന്ന് പറയുന്നത് എയുടെ സഹോദരനാണ്. ഈ അമ്മയുടെ ആങ്ങളെയാണ് F എന്ന് പറയുന്നത്. ആരാണ് സിയുടെ അളിയൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. ആരാണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും, അതായത് ഭാര്യയുടെ അനിയൻ എന്ന് പറയുമ്പോൾ ആരാണ് അല്ലെ, അളിയനാണ് അല്ലെ. അപ്പൊ അത് F ആണ് അളിയൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
നെക്സ്റ്റ് നോക്കാം. 24ന്റെ 25%, 24ന്റെ 25% എന്ന് പറയുമ്പോൾ 25/100 പ്ലസ് 32ന്റെ 25% മൈനസ് 350ന്റെ 14% എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് 1/4 എന്ന് എഴുതാം. നമുക്കത് അറിയാമെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ എന്ത് വരും? 24 × 1/4 പ്ലസ് 32 × 1/4 മൈനസ് 0 കട്ടായി പോകും. ഇവിടെ നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യാം. എത്ര തവണ? 2 തവണ. ഇവിടെ 7 തവണ. ഓക്കെ, മൈനസ് ഇവിടെ എത്ര വരും? അല്ല, ഇവിടെ 5 തവണ. 7 കൊണ്ടല്ല, 2 കൊണ്ടല്ലേ കട്ട് ചെയ്യേണ്ടത്. 5ഉം 35ഉം തമ്മിൽ കട്ട് ചെയ്യാം 7 തവണ. 7 × 7 49 എന്ന് വരും. ഇവിടെ നോക്കിക്കേ, 6 4 24, ഇവിടെ 6 വരും. 8 4 32, 8. 6 പ്ലസ് 8 മൈനസ് 49 എന്ന് വരും. 8ഉം 6ഉം 14. 14ൽ നിന്ന് 49 കുറക്കുമ്പോൾ 35 ആണ്. എന്ത് 35? വലുതിന്റെ സൈനായ -35. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇത്രയുമാണ് LSGSന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. നമ്മൾ നോർമലി ഒരു നമ്മുടെ +2 ലെവലിലൊക്കെ ചോദിക്കുന്ന പരീക്ഷകളുടെ ഒരു ലെവലിൽ തന്നെയായിരുന്നു. ആകെ നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യനും അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ വളരെ എളുപ്പമായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്